സൗകര്യങ്ങൾ ചെയ്തവരെ മാനം കെട്ടൊരു നാരികളെ കരാറുകാരന് പണമുണ്ടാക്കാൻ കുരുതി കൊടുക്കാൻ നോക്കുന്നവരെ ഇതേ കാരണം ചൂണ്ടിക്കാട്ടിട്ടാണല്ലേ CITU ഒരുപാട് ആളുകൾ BMS എത്തിയിട്ട് തന്നെയാണ് അവസ്ഥ. BMS-ലെത്തിയപ്പോൾ BMS-ന്റെ നേതാക്കൾ അതിന് കാരണമുണ്ട്. ഞങ്ങൾ അന്നും ഈ ട്രാൻസ്ഫർ നടപടിയിൽ എത്തിയതിനു ശേഷമാണ് BMS എന്ന സംഘടനയിലേക്ക് കടന്നത്. അതിനു മുമ്പ് ട്രാൻസ്ഫറിന്റെ അങ്ങാടിപ്പുറം ഡിപ്പോ കരാർവൽക്കരണം നടത്തുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതിയാകുമായിരുന്നത്. ഞങ്ങൾ CITU പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതാക്കളെയും അമിതമായി വിശ്വസിച്ചത് കൊണ്ട് അവരെ കൂടി ഒത്താശയോടുകൂടി ട്രാൻസ്ഫർ നടപടി വന്നതിന് ശേഷമാണ് 2026 ജനുവരി 28 ഞങ്ങൾ BMS സംഘടനയുടെ അംഗത്വം. പക്ഷെ അപ്പോഴേക്കും വളരെയധികം ഇതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിരുന്നു. ഇന്ന് ഈ ദിവസം വരെ ഇന്നലെ വരെ ഞങ്ങളെ തടുത്തു നിർത്തിയതും താങ്ങി നിർത്തി തന്നതും BMS സംഘടന തന്നെയാണ്. ഈ കൂട്ടത്തിൽ അത് ഓർമ്മിക്കാതെ വയ്യ. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Jam June Hypermarket, exceeding expectations. Beauty Mark Gold and Diamonds, specially for you. കേന്ദ്ര സർക്കാരിനെതിരെ രോഷം കൊള്ളുന്ന പ്രകടനം നടത്തുന്ന തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്ന CITU, അതിന് കുടപിടിക്കുന്ന INTUC പോലുള്ള ആൾക്കാർ, അവരെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 18ഓളം സ്ഥാപനങ്ങൾ കരാറുവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെയെല്ലാം മിക്കവാറും ഇടതുപക്ഷ തൊഴിലാളികളും INTUC പോലുള്ള അവരുടെ തൊഴിലാളികളാണ് ഉള്ളത്. BMS-കാരല്ല. BMS വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് 18 സ്ഥലത്ത് കരാറുവൽക്കരണം നടത്തി എന്നുള്ളത് ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ തൊഴിലാളികളും മനസ്സിലാക്കേണ്ടതാണ്. തൊഴിലാളി വഞ്ചകരായതുകൊണ്ട് സ്ഥിരം തൊഴിലാളികളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഇപ്പോൾ ഇന്നലെ ഓർഡർ വന്ന് ഇന്ന് രാവിലെ ഇവരോട് തൃശ്ശൂർക്ക് പോകണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുത്തുന്ന ഇവരുടെ പിന്നിൽ അണിനിരക്കുന്ന ഓരോ തൊഴിലാളികളും മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ നിങ്ങളുടെയൊക്കെ സഹോദരന്മാർക്കും നിങ്ങളെ ബന്ധപ്പെട്ടവർക്കും ഏതെല്ലാം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇതിന് കുടപിടിക്കുന്നത് ആരാണ്? ഇവിടുത്തെ CITUവിൻ്റെയും INTUCയുടെയും ഉന്നത നേതാക്കന്മാരാണ്. ഉദ്യോഗസ്ഥ ലോബികളുമായി കൂട്ടുചേർത്തുകൊണ്ട് തൊഴിലാളികളെ കരാർവൽക്കരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ സ്ഥിരം തൊഴിലാളിയുടെ ജോലി നഷ്ടപ്പെടുത്തുന്നത് അവൻ്റെ വീടും വീട്ടുകാരെയും കുടുംബത്തെയും പട്ടിണിയിലേക്ക് തള്ളിവിടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ഇവരുടെ കൂടിയിട്ടുള്ള മുഴുവൻ തൊഴിലാളികളുടെയും അവസ്ഥയും നാളെ മറ്റൊന്നല്ല. നാളെ ബംഗാളികളും മറ്റുള്ളവരും ഇവിടെ വന്ന് പണിയെടുക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടുകാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംജാതമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ കരാർവൽക്കരണ നിയമം എന്തായിക്കോട്ടെ, ആ കരാർവൽക്കരണം നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ട തൊഴിലാളികളെ തള്ളിപ്പിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭം നേടാൻ വേണ്ടിയിട്ട് കരാർ ഏറ്റെടുത്തുകൊണ്ട് CITUവിൻ്റെ നേതാക്കന്മാർ കരാർവൽക്കരണത്തിന് അതിൻ്റെ തുച്ഛമായ പണം പറ്റിക്കൊണ്ട് കമ്മീഷൻ പറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. 36 വർഷത്തിലേറെ കാലമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ഥിരം തൊഴിലാളികളാണ് ഞങ്ങൾ. സർക്കാരിൻ്റെ പകുതി സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തൊഴിലാളികൾ, കരാർ തൊഴിലാളികളല്ല. ആ ഞങ്ങളെ ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം വാട്സപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് വരികയുണ്ടായി. അപ്പോൾ കരാർവൽക്കരണം 1996 മുതൽ നിയമം കൊണ്ട് നിരോധിച്ചതാണ് ഈ തൊഴിലാളികളെ കരാർ ചെയ്യരുത് എന്നത്. അത് എഴുതിച്ചുകൊണ്ട് കോർപ്പറേഷൻ്റെ ഇന്നലെ ഉദ്യോഗസ്ഥരും കരാറുകാരും ഈ മേഖലയിൽ തന്നെ ഒരു ഉയർന്ന ട്രേഡ് യൂണിയൻ്റെ ചില നേതാക്കളും കൂടി ചേർന്ന് BMS സംഘടനയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ആണ് ഈ പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയുള്ള ഞങ്ങളുടെ കേസ് ഇന്ന് കോടതിയിൽ വന്നതാണ്. തൽക്കാലം മാറ്റിവെച്ച് ആ കേസ് നിലനിൽക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഇന്ന് വരെ യാതൊരുവിധ നടപടികളും എടുക്കരുത് എന്ന് ഡയറക്ഷൻ ഉണ്ടായിട്ടും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ഉണ്ടായി. അതിനെതിരാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറം FCI ഗോഡൌണിലെ തൊഴിലാളികളാണ് സ്ഥലം മാറ്റിയ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് വാട്സ്ആപ്പ് മുഖേനയാണ് സ്ഥലം മാറ്റത്തെക്കുറിച്ച് അറിയുന്നത്.
തൊഴിലാളികൾ അതിനെ തുടർന്നാണ് രാവിലെ FCI ഗോഡൌണിലെത്തി പ്രതിഷേധമുയർത്തിയത്. ഇതോടെ രാവിലെ ചരക്കുമായി എത്തിയ ഗുഡ്സ് ട്രെയിനിൽ നിന്നും ചരക്കുകൾ ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. രാവിലെ 5 മണിക്കെത്തിയ തൊഴിലാളികൾക്ക് 12 മണിയായിട്ടും ലോഡിറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പലതവണ പോലീസ് അധികാരികളും FC ഗോഡൌൺ അധികൃതരും BMSുമായി നടത്തിയ ചർച്ചയിൽ യാതൊരുവിധ തീരുമാനവുമാവാതെ മണിക്കൂറുകളോളമാണ് നീണ്ടത്. ഒടുവിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി ഇന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ലോഡിറക്കുവാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.